എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 10 വിഭൂതിയോഗം 35ാമത് ശ്ലോകം വരെയാണ് കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞു നിർത്തിയത്. സാമഗാനങ്ങളിൽ ബൃഹൽസാമവും, ഛന്ദസ്സുകളിൽ ഗായത്രിയും, മാസങ്ങളിൽ ധനുമാസവും, ഋതുക്കളിൽ വസന്തവും ഞാനാകുന്നു എന്ന് കൃഷ്ണൻ അർജുനനോട് പറയുന്ന 35ാമത് ശ്ലോകം കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ കേട്ടു. ഇന്ന് 36ാമത് ശ്ലോകം മുതൽക്ക് നോക്കാം. ശ്ലോകം 36. ദ്യൂതം ഛലയതാമസ്മി തേജസ്തേജസ്വിനാമഹം, ജയോസ്മി വ്യവസായോസ്മി സത്വം സത്വവതാമഹം. ഛലയതാം ദ്യൂതം അസ്മി, ചൂതാട്ടക്കാരുടെ ചൂത് അല്ലെങ്കിൽ ചതിയന്മാരുടെ ചതി ഞാനാകുന്നു എന്ന്. തേജസ്വിനാം തേജ അഹം, തേജസ്വികളുടെ തേജസ് ഞാനാണ്. ജയ അസ്മി, വിജയികളുടെ ജയിക്കാനുള്ള കഴിവ് അത് ഞാനാണ് എന്ന്. വ്യവസായ അസ്മി, സ്ഥിരോത്സാഹികളുടെ ദൃഢനിശ്ചയം അതാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ സത്വവതാം സത്വം അഹം, സജ്ജനങ്ങളുടെ ആ സത്വഗുണവും ഞാൻ തന്നെ എന്ന്. ചൂതാട്ടക്കാരുടെ ചൂത് അല്ലെങ്കിൽ ചതിയന്മാരുടെ ചതി. അന്നത്തെ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദങ്ങളിലൊന്നായിരുന്നു ചൂതുകളി. ഈ മഹാഭാരത യുദ്ധത്തിന് തന്നെ കാരണമായത് പാണ്ഡവരും കൗരവരും തമ്മിലുള്ള ചൂതുകളിയിലെ ചതിയാണ്. നമുക്കെല്ലാവർക്കും അറിയുന്ന കഥയാണ്. അപ്പോൾ അങ്ങനെയുള്ള അധമ പ്രവൃത്തികളെ എല്ലാം എന്നാണ് ആ ഉദ്ദേശിക്കുന്നതിൻ്റെ സാരം. അതേപോലെ തേജസ്വികളിലെ തേജസ്സും, വിജയികളുടെ ആ ജയിക്കാനുള്ള തൃഷ്ണ, ഓരോ ഉദ്യമത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോഴും അതിൽ എനിക്ക് ജയിക്കണം എന്ന ദൃഢനിശ്ചയം, അതേപോലെ സജ്ജനങ്ങളുടെ സത്വഗുണവും ഇതെല്ലാം ഞാനാകുന്നു എന്നാണ് പറയുന്നത്. ഈ അധ്യായത്തിൽ പറഞ്ഞ ഈ 75ഓളം ദൃഷ്ടാന്തങ്ങൾ നാനാത്വത്തിലെ ഏകത്വം, എല്ലാത്തിലും ഉള്ളത് ഒന്നു മാത്രമാണ് എന്ന അർജുനനെയും ഒപ്പം സാധകരെയും വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ ഈ ശ്ലോകങ്ങളിലെല്ലാം പറഞ്ഞതിൻ്റെ പൊരുൾ സ്വാനുഭവത്തിലൂടെ അറിയുമ്പോഴേ ഗീതാപഠനം പൂർത്തിയായി എന്ന് പറയാൻ സാധിക്കുള്ളൂ. 36ാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം. ദ്യൂതം ഛലയതാമസ്മി തേജസ്തേജസ്വിനാമഹം, ജയോസ്മി വ്യവസായോസ്മി സത്വം സത്വവതാമഹം. ശ്ലോകം 36. വൃഷ്ണീനാം വാസുദേവോസ്മി പാണ്ഡവാനാം ധനഞ്ജയ, മുനീനാമപ്യഹം വ്യാസ കവീനാമുശനാ കവി. വൃഷ്ണീനാം വാസുദേവ, വൃഷ്ണികളിൽ ശ്രീകൃഷ്ണനും, പാണ്ഡവാനാം ധനഞ്ജയ, പാണ്ഡവന്മാരിൽ ധനഞ്ജയനും, മുനീനാം വ്യാസ, മുനിമാരിൽ വ്യാസനും, കവീനാം ഉശനാ കവി, കവികളിൽ ഉശനസ് അപിയഹം അസ്മി എന്ന കവിയും ഞാനാണ് എന്ന്. വൃഷ്ണീനാം വാസുദേവ, വൃഷ്ണികളിൽ കൃഷ്ണനും. വൃഷ്ണികൾ എന്ന് പറയുന്നത് യാദവന്മാരിൽ ആദ്യത്തെ ആളായ യദുവിൻ്റെ മക്കളിൽ ഒരാളാണ് ഈ വൃഷ്ണി എന്ന് പറയുന്ന ആൾ. ആ തലമുറയിൽപ്പെട്ടവരൊക്കെ വൃഷ്ണി വംശത്തിൽപ്പെട്ടത് എന്നാണ് അറിയപ്പെടുന്നത്. ആ വൃഷ്ണി വംശത്തിൽ ഞാൻ കൃഷ്ണനാണ് എന്ന്. അതേപോലെ പാണ്ഡവാനാം ധനഞ്ജയ, ധനത്തെ ജയിച്ചവൻ എന്നാണ് ധനഞ്ജയൻ എന്ന വാക്കിനർത്ഥം. അർജുനൻ്റെ പര്യായമായിട്ടത് പറയപ്പെടുന്നു. ആ പാണ്ഡവരിൽ ഞാൻ ധനഞ്ജയനാണ്, അർജുനനാണ്. അതേപോലെ മുനീനാമപ്യഹം വ്യാസ, മുനികളിൽ ഞാൻ വ്യാസനാണ് എന്ന്. ഭാരതീയ വേദേതിഹാസങ്ങളുടെ മുഴുവൻ സൃഷ്ടാവായിട്ടാണ് വ്യാസമഹർഷി അറിയപ്പെടുന്നത്. അല്ലെ, ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കാവുന്നതല്ല അതൊന്നും. അപ്പം അത് ഭഗവാൻ തന്നെയാണ് വ്യാസൻ എന്നാണ് പറയുന്നത്. അതേപോലെ കവീനാം ഉശനാ കവി, കവികളിൽ ഞാൻ ഉശനസും ആണ് എന്ന്. 37ാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം. വൃഷ്ണീനാം വാസുദേവോസ്മി പാണ്ഡവാനാം ധനഞ്ജയ, മുനീനാമപ്യഹം വ്യാസ കവീനാമുശനാ കവി. ശ്ലോകം 38. ദണ്ഡോ ദമയതാമസ്മി നീതിരസ്മി ജിഗീഷതാം, മൗനം ചൈവാസ്മി ഗുഹ്യാനാം ജ്ഞാനം ജ്ഞാനവതാമഹം. ദമയതാം, അതായത്
ശാസകന്മാരുടെ ഇല്ലെങ്കിൽ ഭരണാധിപന്മാരുടെ ദണ്ഡ അസ്മി, ദണ്ഡനം ഇല്ലെങ്കിൽ ശാസനാശക്തി ഞാനാണ്. ജിഗീഷതാം നീതി അസ്മി, ആ വിജയിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ആ നയചാതുരി, ആ വിജയിക്കാനുള്ള കഴിവ് ഞാനാണ് എന്ന്. ഗുഹ്യാനാം മൗനം അസ്മി, രഹസ്യങ്ങളിലെ മൗനം ഞാനാണ് എന്ന്. അതേപോലെ ജ്ഞാനവതാം ജ്ഞാനം ച അഹം ഏവ, ജ്ഞാനികളിലെ ജ്ഞാനവും ഞാൻ തന്നെ. ദമയതാം ദണ്ഡ അസ്മി, ആ ഭരണാധിപന്മാരുടെ ഭരിക്കാനുള്ള കഴിവ്. നമ്മളെപ്പോലുള്ള സാധാരണ ജനങ്ങൾ തന്നെയാണ് മന്ത്രിയായിട്ടും വക്കീലായിട്ടും ഡോക്ടറായിട്ടും പട്ടാളമായിട്ടും പോലീസായിട്ടും ഒക്കെ മാറുന്നത് അല്ലേ. ആ പ്രത്യേക സമയത്ത് അവർക്ക് അതിനുള്ള അധികാരം ഉണ്ടാകും. അധികാരം കൈയാളുമ്പോൾ അത് നടപ്പാക്കാൻ, ആ നീതി നടപ്പാക്കാൻ സാധിക്കും അല്ലേ. ആ അധികാരം, ആ പവർ ആണ് ഉദ്ദേശിക്കുന്നത്, അത് ഞാനാണ് എന്ന്. ഈ പോലീസ് പെൻഷൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അതുണ്ടാവുമോ? അയാളൊരു സാധാരണ മനുഷ്യനായി അല്ലേ. ആ അധികാരം നടപ്പാക്കാനുള്ള അവരുടെ ആ കഴിവിനെയാണ് ഇവിടെ പറയുന്നത്. ദമയതാം ദണ്ഡ അസ്മി, ഭരണാധിപന്മാരുടെ ഇല്ലെങ്കിൽ അധികാരം കൈയാളുന്നവരുടെ അത് നടപ്പാക്കാനുള്ള കഴിവ് ഞാനാണ് എന്ന്. അതേപോലെ ജിഗീഷതാം നീതി അസ്മി, വിജയിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ആ വിജയതൃഷ്ണ ഞാനാണ് എന്ന്. ഗുഹ്യാനാം മൗനം അസ്മി, രഹസ്യങ്ങളുടെ സ്വഭാവം എവിടെയായിരിക്കുന്നത്? മൗനത്തിലാണ് അല്ലേ. അത് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രഹസ്യമുണ്ടോ? ഇല്ല. ആ രഹസ്യത്തിൻ്റെ കാതലിരിക്കുന്നത് മൗനത്തിലാണ്. അത് ഞാനാണ്. അതുപോലെ ജ്ഞാനവതാം ജ്ഞാനം ചാഹം ഏവ, ജ്ഞാനികളിലെ ജ്ഞാനവും ഞാനാണ് എന്ന്. 38ാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം. ദണ്ഡോ ദമയതാമസ്മി നീതിരസ്മി ജിഗീഷതാം മൗനം ചൈവാസ്മി ഗുഹ്യാനാം ജ്ഞാനം ജ്ഞാനവതാമഹം. ശ്ലോകം 39. യച്ചാപി സർവഭൂതാനാം ബീജം തദഹമർജുന ന തദസ്തി വിനാ യത് സ്യാത് മയാ ഭൂതം ചരാചരം. അർജുന അപി ച, ഹേ അർജുന മാത്രമല്ല, സർവഭൂതാനാം ബീജം, സർവഭൂതങ്ങൾക്കും ബീജമായിട്ടുള്ളത് യത് യത് അഹം, ഏതൊന്നോ അത് ഞാനാണ്. ചരാചരം യത് ഭൂതം, ചരമോ അചരമോ ആയ സ്യാത് തത് ഒന്നും തന്നെ മയാ വിന ന അസ്തി, എന്നെ കൂടാതെ നിലനിൽക്കുന്നില്ല എന്ന്. ഹേ അർജുന, സർവഭൂതങ്ങൾക്കും ബീജമാകുന്നത് ഇല്ലെങ്കിൽ എല്ലാ സൃഷ്ടികൾക്കും കാരണമായി തീരുന്നത് ഞാനാണ് എന്ന്. ചരമോ അചരമോ ആയ ഒന്നും തന്നെ എന്നെ കൂടാതെ നിലനിൽക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതായത് ഞാൻ ഈ വിശ്വത്തിൻ്റെ തന്നെ ബീജമാകുന്നു എന്നാണ് ആ പറയുന്നതിൻ്റെ പൊരുള്. 39ാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം. യച്ചാപി സർവഭൂതാനാം ബീജം തദഹമർജുന ന തദസ്തി വിനാ യത് സ്യാത് മയാ ഭൂതം ചരാചരം. ശ്ലോകം 40. നാന്തോസ്തി മമ ദിവ്യാനാം വിഭൂതീനാം പരം തപ യേഷ തുദ്ദേശത പ്രോക്ര വിഭൂതേർവിസ്തരോ മയ. പരം തപ, അല്ലയോ അർജുന, മമ ദിവ്യാനാം വിഭൂതീനാം, എൻ്റെ ദിവ്യങ്ങളായ വിഭൂതികൾക്ക് അന്ത ന അസ്തി, അവസാനമില്ല. വിഭൂതേ യേഷ വിസ്തര തു, ഇപ്പോൾ പറയപ്പെട്ട ഇല്ലെങ്കിൽ വിസ്തരിച്ച് പറഞ്ഞ വിഭൂതികൾ ഉദ്ദേശത മയ പ്രോക്ത, ചുരുക്കം ചിലത് മാത്രമാണ് എന്ന്. അല്ലയോ അർജുന, ദിവ്യങ്ങളായ എൻ്റെ വിഭൂതികൾക്ക് അവസാനമില്ല. ഇപ്പോൾ പറയപ്പെട്ടത് ഇല്ലെങ്കിൽ നീ കേട്ടത് അതിൽ ചിലത് മാത്രമാണ് എന്ന്. ജഡവസ്തുക്കളിൽ ഒളിഞ്ഞിരിക്കുന്ന പരമമായ സാന്നിധ്യം ചില ദൃഷ്ടാന്തങ്ങളിലൂടെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ് ഇതുവരെ നമ്മൾ കേട്ട ശ്ലോകത്തിലെല്ലാം. ആ 40ാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം. നാന്തോസ്തി മമ ദിവ്യാനാം വിഭൂതീനാം പരം തപ യേഷ തുദ്ദേശത പ്രോക്ര വിഭൂതേർവിസ്തരോ മയ. ശ്ലോകം 41. യദ്യത് വിഭൂതിമത്സത്വം ശ്രീമദൂർജിതമേവ വാ തത്തദേവാവഗച്ഛത്വം മമ തേജോംശസംഭവം.
വിഭൂതിമത് ശ്രീമത് മഹിമയുള്ളതോ ഐശ്വര്യമുള്ളതോ ഊർജിതം ഏവ വാ ഉൾക്കരുത്തുള്ളതോ ആയി യത് യത് സത്വം തത് തത് ഏതൊക്കെയുണ്ടോ അതൊക്കെയും മമ തേജോംശ സംഭവം ഏവ എൻ്റെ തേജസ്സിൻ്റെ അംശത്തിൽ നിന്ന് ഉണ്ടായതാണ് എന്ന്. ത്വം അവഗച്ഛ നീ ഇത് അറിയൂ. മഹിമയും ഐശ്വര്യവും ഊർജ്ജസ്വലവും ഉൾക്കരുത്തുമുള്ളതായിട്ട് ഈ കാണപ്പെടുന്നത് മുഴുവൻ ആ ഭഗവാന്റെ അനന്ത മാഹാത്മ്യത്തിൻ്റെ റിഫ്ലക്ഷനാണ്, പ്രതിഫലനമാണ് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ എല്ലാം രത്നച്ചുരുക്കം. ഭഗവത്ഗീത പഠിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും മാറിക്കൊണ്ടിരിക്കുന്ന നശ്വരങ്ങളായ പല പേരുകളിൽ അറിയപ്പെടുന്നതിൽ ശാശ്വതമായതിനെ കണ്ടെത്താൻ ഇത് സഹായിക്കും. ശ്ലോകം 41. യദ്യത് വിഭൂതിമത്സത്വം ശ്രീമദൂർജിതമേവ വാ തത്തദേവാവഗച്ഛത്വം മമ തേജോംശസംഭവം. ശ്ലോകം 42. അഥവാ ബഹുനൈതേന കിം ജ്ഞാതേന തവാർജുന വിഷ്ടഭ്യാഹമിദം കൃത്സ്നം ഏകാംശേന സ്ഥിതോ ജഗത്. അർജുന അഥവാ അർജുന അല്ലെങ്കിൽ തന്നെ ഏതേന ബഹുനാജ്ഞാതേന ഇങ്ങനെ ഒരുപാട് അറിഞ്ഞതുകൊണ്ട് തവ കിം നിനക്ക് എന്താണ് പ്രയോജനം. അഹം ഏകാംശേന ഞാൻ എൻ്റെ ഒരംശം കൊണ്ടു മാത്രം ഇതം കൃത്സ്നം ജഗത് ഈ ജഗത്ത് മുഴുവൻ ഇഷ്ടഭ്യസ്ഥിത താങ്ങി നിർത്തിക്കൊണ്ട് സ്ഥിതി ചെയ്യുന്നു എന്ന് ഈ ശ്ലോകത്തിൽ ഇതുവരെ പറഞ്ഞതിനെല്ലാം സംഗ്രഹിക്കുകയാണ്. അർജുന അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ ഒരുപാട് അറിഞ്ഞതുകൊണ്ട് എന്താണ് പ്രയോജനം. ഞാൻ എൻ്റെ ഒരംശം കൊണ്ട് തന്നെ ഈ ജഗത്ത് മുഴുവൻ താങ്ങി നിർത്തി സ്ഥിതി ചെയ്യുന്നു എന്ന്. വ്യഷ്ടിഭാവത്തെയും സമഷ്ടിഭാവത്തെയും അല്ലെങ്കിൽ യോഗത്തെയും വിഭൂതിയെയും ഞാൻ നിനക്ക് വിസ്തരിച്ച് പറഞ്ഞു തരാം എന്ന് ഭഗവാൻ അർജുനനോട് പറഞ്ഞിട്ടാണ് ഈ അധ്യായം ഇതിൽ തുടങ്ങുന്നത്. അവനോടൊപ്പം തന്നെ പറഞ്ഞിരുന്നു ഇതിന് എൻ്റെ ഈ വിഭൂതികളെ പറയാൻ തുടങ്ങിയാൽ അതിനൊരു അവസാനം ഉണ്ടാവില്ല എന്നുള്ളതും. അതിനർത്ഥം ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളെയും ഓരോ ജീവികളെയും എടുത്ത് പറഞ്ഞ് തീർക്കാൻ സാധിക്കില്ല. എല്ലാത്തിലും ഇരിക്കുന്നത് ഏകമായ ആ ചൈതന്യമാണ് എന്ന് ചില ദൃഷ്ടാന്തങ്ങളിൽ കൂടെ പറഞ്ഞ് അർജുനനെയും ഒപ്പം നമ്മളെയും ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ് ഇതുവരെ നമ്മൾ കണ്ടത്. ആ 42-ാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം. ശ്ലോകം 42. അഥവാ ബഹുനൈതേന കിം ജ്ഞാതേന തവാർജുന വിഷ്ടഭ്യാഹമിദം കൃത്സ്നം ഏകാംശേന സ്ഥിതോ ജഗത്. ഓം തത്സത് ഇതി ശ്രീമദ് ഭഗവദ്ഗീതാസൂപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ വിഭൂതിയോഗോ നാമ 10-മോധ്യായ. വിഭൂതിയോഗം എന്ന 10-ാമത്തെ അധ്യായം ആ ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവം കൃഷ്ണാർപ്പണമസ്തു.